ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. ശരിക്കും വളരെ സിമ്പിളായിട്ട് ഒരു 5-10 മിനിറ്റിലൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന സ്പെഷ്യൽ റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിന് ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് അല്ലേ. അപ്പോൾ ആ ഒരു രുചിയിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളൊരു റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു നൂഡിൽസിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 150 ഗ്രാമിൻ്റെ പാക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെജ് ഹക്ക നൂഡിൽസ് എന്ന് പറയുന്ന ഒരു നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ചൈനീസ് നൂഡിൽസൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിനകത്തോട്ടേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഏകദേശം ഒരു ടേബിൾ സ്പൂണിനടുത്ത് സാധാരണ വെജിറ്റബിൾ ഓയിലും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല തിളച്ച വെള്ളത്തിനകത്തോട്ടേക്ക് വേണം നമ്മൾ നൂഡിൽസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 150 ഗ്രാമിൻ്റെ പാക്കറ്റിനകത്തുള്ള നൂഡിൽസ് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് നൂഡിൽസ് നമുക്ക് വേവിച്ചെടുക്കാം. നൂഡിൽസ് വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരിക്കലും നൂഡിൽസ് ഓവർ കുക്ക് ചെയ്യരുത്. കൂടുതലായി വേവിച്ച് വെന്ത് കുഴയുന്ന പാകത്തിനാക്കരുത്. ഇതിപ്പം വെന്തിട്ടുണ്ട്. ഇനി വെള്ളം വാർന്ന് കളഞ്ഞതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം ഇതിൻ്റെ മുകൾ ഭാഗത്തോടു കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഈ നൂഡിൽസ് തയ്യാറാക്കിയെടുക്കാൻ ഏറ്റവും നല്ലത് നല്ല ഇരുമ്പിൻ്റെ പാത്രമാണ് കേട്ടോ. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒലീവ് ഓയിലോ അതല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. തന്നെ വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത് ഇതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ എണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലോട്ടേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ എടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ഒരു 2-3 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക. ഒന്നും നമ്മൾ കൂടുതലായിട്ട് കുക്ക് ചെയ്യരുത്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഞാൻ ഇപ്പോൾ വൈറ്റ് ഒനിയനാണ് എടുത്തിട്ടുള്ളത്. അത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള സാധാരണ സവാള ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. നല്ല പൊടിയായിട്ട് അരിയുന്നതാണ് ഏറ്റവും നല്ലത് സവാള ചേർക്കുമ്പോൾ. പിന്നെ നമുക്ക് ബാക്കി ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ്, കുറച്ച് ക്യാരറ്റ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ആദ്യം നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുന്നത് നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന പച്ചക്കറികളൊന്നും കൂടുതലായി വെന്ത് കുഴയരുത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പച്ചമുളക് അരിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് കുറച്ച് കഴിക്കുമ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഒഴിവാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചക്കറികളൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞിട്ടുള്ള നൂഡിൽസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ടേക്ക് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് സോസാണ്. അപ്പോൾ സോയാ സോസ് ഞാനിപ്പോൾ ലൈറ്റ് സോയാ സോസ് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും ഏകദേശം 1 ടേബിൾ സ്പൂണിനടുത്ത് തന്നെ ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ചില്ലി സോസായിട്ട് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഞാൻ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ എടുത്ത് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്തതിന് ശേഷം നല്ല ഫ്ലെയിമിലിട്ട് നല്ല ചൂടിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഇരുമ്പിൻ്റെ പാത്രത്തിനകത്ത് ചെയ്യുമ്പോഴാണ് ഇത് ഒന്നുകൂടി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ശരിക്കും നല്ല ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുമ്പോൾ അത് ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരിക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കളറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡാർക്ക് സോയാ സോസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയായിട്ടുണ്ട്. ഇവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ശരിക്കും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.